പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളോടൊപ്പമായിരിക്കാൻ സർവശക്തനായ ദൈവം യേശു കർത്താവ് എന്നെ ഇടയാക്കിയതിൽ ഞാൻ ആദ്യമായി കർത്താവിന് നന്ദി പറയുകയാണ്. ഈ സമയത്ത് എൻ്റെ ജീവിതത്തിൽ 2014 ആണ്ടിൽ നടന്ന ഒരു അത്ഭുതകരമായ സാക്ഷ്യം നിങ്ങളോടൊപ്പം പങ്കുവെക്കാനാണ് ഞാനിന്നിവിടെ ആയിരിക്കുന്നത്. 2014 മെയ് മാസം 5-ാം തീയതി ഈ സംഭവം നടക്കുന്നത് എൻ്റെ സ്വദേശമായിരിക്കുന്ന റാന്നിയിലാണ്. റാന്നിയിലെ വളരെ പ്രസിദ്ധമായ പമ്പ നദിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഞായറാഴ്ച കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയതിനു ശേഷം ഞങ്ങളുടെ സഹോദരന്മാരെല്ലാം കൂടെ ചേർന്ന് പമ്പാ നദിയിൽ കുളിക്കാനായിട്ട് പോയി. ആ ദിവസങ്ങളിലെല്ലാം നീന്തുവാൻ പഠിക്കുന്നതേ ഉള്ളായിരുന്നു. എനിക്ക് നീന്തൽ അറിയത്തില്ല. ആ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നീന്തൽ പഠിക്കാനുള്ള ശ്രമമാണ്. കുറച്ച് നീന്തലൊക്കെ വശത്താക്കി. അങ്ങനെ ഞായറാഴ്ച ദിവസം ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ 7-8 സഹോദരന്മാർ ഒരുമിച്ച് പമ്പാ നദിയിൽ ഇറങ്ങി. സാധാരണ ഇറങ്ങുന്ന പോലെ ആ നദിയുടെ ഒരു വശത്തൂടെ മാത്രമാണ് ഞാൻ പോയിരുന്നത്. പക്ഷേ അന്ന് ഇറങ്ങിയപ്പോൾ, നീന്തിയപ്പോൾ അറിയാതെ ഞാൻ വലിയൊരു ഒഴുക്കിൽപ്പെട്ടു. എൻ്റെ കൂട്ടത്തിലായിരുന്ന എൻ്റെ സൗഹൃദങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ ഞാൻ ആഴങ്ങളിലേക്ക് താഴുവാൻ തുടങ്ങി. മരണവെപ്രാളം, മരണഭീതികളൊക്കെ മനസ്സിൽ കയറാൻ തുടങ്ങി. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ആ പമ്പാ നദിയിലെ ആഴങ്ങളിലേക്ക് ഞാൻ താഴുവാൻ തുടങ്ങി. ആർക്കും രക്ഷിപ്പാൻ കഴിയാത്ത അവസ്ഥ. അതിനിടയിൽ തന്നെ ഞങ്ങളുടെ 2 സഹോദരന്മാർ വെള്ളത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ടു. ആ 2 സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ബാക്കിയുള്ള സഹോദരന്മാർ അങ്ങോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇടയാക്കിയത്. ഈ സമയത്ത് ഞാൻ ഇവരുടെ എല്ലാം പരിധിയിൽ നിന്നും ഞാൻ മുങ്ങിത്താന്നുകൊണ്ടേ എന്നെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ബോധ്യമായി ഞാൻ മരണത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വെള്ളത്തിന് അടിയിലോട്ട് പോയി. പൂർണ്ണമായിട്ടും എൻ്റെ ശിരസിന് മുകളിൽ വെള്ളം ആയി. ഞാൻ വിചാരിച്ചെല്ലാം തീർന്നു, ഇനിയും യാതൊരു പ്രതീക്ഷയില്ല. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിരുന്ന നല്ലൊരു യൗവനക്കാരൻ നിമിഷ നേരം കൊണ്ട് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാനായിട്ടുള്ള എല്ലാ സാധ്യതകളോടെ നിൽക്കുകയാണ്. എന്നാൽ നിങ്ങൾ കേൾക്കണോ, ആ വെള്ളത്തിൻ്റെ അടിയിൽ എൻ്റെ ഉള്ളിൽ വലിയ സമാധാനം അനുഭവിക്കാൻ പറ്റും. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ആ സാഹചര്യത്തിൽ യേശു എന്ന് വിളിക്കാൻ പറ്റത്തില്ല. എന്നാൽ എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ കർത്താവെ എന്നെ ഒന്ന് രക്ഷിക്കണേ എന്നുള്ളൊരു ചെറിയൊരു പ്രാർത്ഥന ഉയരുവാൻ ഇടയായിത്തീർന്നു. അന്നേരം പ്രതീക്ഷകളൊന്നുമില്ല. ഈ പ്രാർത്ഥന ഉള്ളിൽ നിന്ന് പോയ സമയത്താണ് പെട്ടെന്ന് എൻ്റെ കാലുകൾ പാറക്കൂട്ടങ്ങളിൽ ഉടക്കി. ഞാൻ ചവിട്ടിയപ്പോൾ എനിക്ക് പാറക്കൂട്ടങ്ങൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ അതേ ചവിട്ടി ഒന്ന് നിവർന്ന സമയത്ത് ഞാൻ വെള്ളത്തിന് മുകളിൽ വന്നു. ഏകദേശം എൻ്റെ അരയോളം വെള്ളത്തിൽ ഞാൻ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് അവിടെ കുളിക്കാൻ വന്ന ഒരു തമിഴനായൊരു യുവാവ് വന്നു. എൻ്റെ അടുത്ത് നീന്തി വന്നു.
എൻ്റെ കൈക്ക് പിടിച്ചു. ഇദ്ദേഹം എൻ്റെ കൈക്ക് പിടിക്കുകയും എൻ്റെ ശരീരം മുഴുവൻ മരവിക്കാനായിട്ട് ഇടയാക്കുന്നു. വെള്ളത്തിനടിയിൽ വെച്ചാണ് എൻ്റെ ശരീരം മരവിച്ചതെങ്കിൽ ഒരിക്കലും ഇന്ന് ഞാൻ ഈ വീഡിയോ ഇവിടെ പറയുവാൻ ഒരിക്കലും ഭൂമിയിൽ കാണേണ്ട വ്യക്തിയല്ല. ഇദ്ദേഹം വന്നു, എന്നെ അവിടുന്ന് രക്ഷിച്ച് നീന്തി കരയിൽ കൊണ്ടുവന്നു, ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അദ്ദേഹം അവിടെ നിന്നവരൊക്കെ ചോദിച്ചു, നീ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞതുപോലെ അവിടെ കുറച്ച് പാറക്കൂട്ടങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു, അതിൽ ചവിട്ടി ഞാൻ എഴുന്നേറ്റ് വന്നതാണ്. അവിടുത്തെയുള്ള ആൾക്കാർ പറഞ്ഞു, ഈ വെള്ളം കുടിച്ചത് കൊണ്ടും എൻ്റെ ശരീരത്തിൽ വെള്ളം കയറിയത് കൊണ്ടും എൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ടതാണ്, ബുദ്ധിഭ്രമം പറഞ്ഞതാണ്. അവിടെ അങ്ങനെ പാറ ഇല്ല, അവിടെ വലിയ ആഴമുള്ള സ്ഥലമാണ്, അവിടെ ചേറൊക്കെയുള്ള സ്ഥലമാണ്. ഒരിക്കലും അവിടെ ഒരുപാട് പേര് അവിടെ കുളിക്കാനിറങ്ങിയത് വ്യക്തികൾ മരണപ്പെട്ട സ്ഥലമാണ്. അവിടെ അങ്ങനെ പാറക്കൂട്ടങ്ങളുടെ യാതൊരു സാധ്യതയില്ല. ഞാൻ പറഞ്ഞല്ല, ഞാൻ പാറക്കൂട്ടങ്ങളിൽ ചവിട്ടിയാണ് എഴുന്നേറ്റത്. ഞാൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ഏകദേശം എന്നെക്കാളിലും അധികമായി ഏകദേശം 5-6 അടി ഉയരത്തിൽ വെള്ളം എൻ്റെ തലയിൽ ഒഴുകിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച സമയത്ത് അവിടെ പാറക്കൂട്ടങ്ങൾ വന്ന് ഒരു മനോഹരമായ ഗാനമുണ്ട്, എൻ്റെ കാലുകളെ യേശു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ അവന് സ്ഥിരമാക്കി. ഞാൻ ആ പാട്ടുകളിപ്പോൾ പാടുമ്പോൾ എൻ്റെ ഹൃദയം എൻ്റെ കണ്ണ് നിറയാറുണ്ട്. എൻ്റെ